കാര്യം നേരത്തെ ഉള്ള നോർക്ക കെയർ പോളിസിയിൽ നിന്നും ഒട്ടേറെ വൈവിധ്യങ്ങൾ പ്രയോജനങ്ങൾ പ്രവാസിക്ക് ഈ ഒരു പോളിസിയിൽ ഉണ്ടെന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രവാസികൾക്ക് വളരെ ഗുണമുള്ള ഒരു പോളിസിയാണ് ഈ നോർക്ക കെയർ പ്ലസ് എന്ന് പറയുന്നത്. ഇതിൽ 18-നും 70-നും വയസ്സ് മധ്യപ്രായമുള്ള എല്ലാ പ്രവാസികൾക്കും അംഗമാകാവുന്നതാണ്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ മുതലുള്ള പോളിസിയിൽ 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കളെ കൂടി ഈ പോളിസിയിൽ അംഗമായി ചേർക്കാവുന്നതാണ്. ഇത് ഏത് വിവിധ കാറ്റഗറികളിലൊക്കെയാണ് ഈ ഒരു നോർക്ക കെയർ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത്. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി എന്നിങ്ങനെ 7 കാറ്റഗറിയാണ് ഇതിനകത്തുള്ളത്. ഈ കേരളത്തിൽ ഏകദേശം ഒരു 600 ചില്ലുവാനം ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 24,000 ഹോസ്പിറ്റലുകളിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഇതിന് അവൈലബിൾ ആണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള അസുഖങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ആവശ്യമില്ല. പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ചില ക്യാപ്പുകളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റൂം റെൻറ്റ് അല്ലെങ്കിൽ ICU ചാർജ്, അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷന് ശേഷമുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ഇങ്ങനെയുള്ള വിവിധ ചിലവുകൾ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രയോജനങ്ങളുണ്ടെങ്കിൽ തന്നെയും ഈ പോളിസിയുടെ നിലവിലുള്ള കാലാവധി 8 മാസത്തേക്കാണ്. സാധാരണഗതിയിൽ ഒരു ഇൻഷുറൻസ് പോളിസി 1 വർഷത്തേക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മാസ്റ്റർ പോളിസി അടുത്ത ഏപ്രിൽ വരെയാണ് കാലാവധി. ആ മാസ്റ്റർ പോളിസിയുടെ കാലാവധിയുമായി ലിങ്ക് ചെയ്തുകൊണ്ടായിരിക്കണം ഇത് 8 മാസത്തേക്കാണ് നിലവിലെ പോളിസി ഇപ്പോൾ അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വീണ്ടും സ്വാഭാവികമായിട്ട് അടുത്ത വർഷം ഏപ്രിലാകുമ്പോഴത്തേക്കും ഈ പോളിസി റിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിവിധ ഗുണങ്ങൾ ഈ നോർക്ക കെയർ പ്ലസിനുണ്ടെങ്കിൽ തന്നെയും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പോളിസികൾക്ക് ചില പരിമിതികളും ഉണ്ടെന്നുള്ള കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ വിദേശത്ത് താമസിക്കുന്ന പ്രവാസികൾ പലരും അവർ കുടുംബത്തോടൊപ്പമാണ് വിദേശത്ത് താമസിക്കുന്നത്. അപ്പോൾ വിദേശത്ത് ഉണ്ടാകുന്ന ആശുപത്രി ചെലവുകൾ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പരിമിതി തന്നെയാണ്. കഴിഞ്ഞ നോർക്ക കെയർ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ആവശ്യം പ്രവാസികൾ ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഈ ഒരു പോളിസിയിലും അത് കവർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്കുള്ള വിമാനക്കൂലികൾ എല്ലാവർക്കും അറിയാം. ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരാളൂടെ പോകണം. 2 പേര് നാട്ടിൽ പോയിട്ട് വരണമെങ്കിൽ ഒരു നിലവിലെ സാഹചര്യത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ ഒരു 50,000 രൂപയുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് 1 ലക്ഷം രൂപ ചിലവാക്കി പ്രവാസിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പ്രായോഗികമല്ലത്. അപ്പോൾ അത്തരം ട്രീറ്റ്മെൻറ്റിൽ വിദേശത്തെ ഹോസ്പിറ്റലുകളിൽ നടത്തുമ്പോൾ ക്യാഷ്ലെസ് അല്ലെങ്കിലും ഒരു ബിൽ റീഇംബേഴ്സ്മെൻറ്റ് അവരുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അവരുടെ ഇൻഷുറൻസ് പോളിസി ക്ലെയിമിനകത്ത് നിന്നുകൊണ്ട് വിദേശത്ത് ചിലവാകുന്ന പൈസ പ്രവാസികൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 ലക്ഷം രൂപയെ കൂടുതൽ എടുക്കുമ്പോൾ പ്രവാസികളുടെ മാതാപിതാക്കളെ 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കൾക്കാണ് ഇതിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. സാധാരണ ഇതൊരു പ്രവാസിയെ സംബന്ധിച്ചോളം അവരുടെ അച്ഛനമ്മമാർ ഇന്നത്തെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി വെച്ചിട്ട് വളരെ ആരോഗ്യപരമായിട്ട് അവർ 80 വയസ്സിന് മുകളിലും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം അത്തരക്കാരെ ഒഴിവാക്കുന്നത് പ്രവാസിയെ സംബന്ധിച്ചോളം ഇപ്പോൾ 1 കോടി രൂപയുടെ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇവർക്കെല്ലാം കൂടി ചേർത്ത് 1 ലക്ഷത്തിൽ പരം രൂപയാണ് ആനുവൽ പ്രീമിയമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം 1 ലക്ഷത്തിൽ കൂടുതൽ ആനുവൽ പ്രീമിയം കൊടുത്താലും 80 വയസ്സ് കഴിഞ്ഞെന്നുള്ള ഒറ്റ കാരണത്താൽ അച്ഛനമ്മമാർക്ക് ഈ ക്ലെയിം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലും അതുപോലെ ഒരു പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് നടത്തുന്ന ഒരു സംരംഭം ഒരു പ്രൊജക്റ്റാണ്, ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനമ്മമാർക്ക് പ്രത്യേകിച്ച് 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ പ്രീമിയം കൊടുക്കുന്ന ഒരാൾ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് 81 വയസ്സായെന്ന് വിചാരിച്ച് വേറെ ഇൻഷുറൻസ് ക്ലെയിം എടുക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പൈസ കയ്യിൽ നിന്ന് ചിലവാക്കണം എന്ന് പറയുന്നത് തികച്ചും ഈ നോർക്ക അത് ഫേവറബിളായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ പല സ്ലാബുകൾ നോക്കുമ്പോഴത്തേക്കും സെൽഫായിട്ട് ചെയ്യാം, സെൽഫ് ഹസ്ബൻഡ് 2 കുട്ടികൾ അല്ലെങ്കിൽ സെൽഫ് കുട്ടികൾ മാതാപിതാക്കൾ, സെൽഫും ഹസ്ബൻഡും കൂടെ ചേർന്നൊരു പോളിസി ഇതിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പ്രീമിയത്തിലൊരു ആനുകൂല്യം ഇതിനകത്ത് കിട്ടുന്നില്ല. കാരണം പല പ്രവാസികളുടെയും കുട്ടികൾ 25 വയസ്സിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ആ 2ാമത്തെ സ്ലാബിൽ വരുമ്പോഴത്തേക്കും ഭാര്യ ഭർത്താവ് 25 വയസ്സിനകത്തുള്ള 2 കുട്ടികൾ എന്നുള്ള പ്രീമിയത്തിനകത്ത് ഹസ്ബൻഡും വൈഫും കൂടെ ഉൾപ്പെടുമ്പോൾ അവരൊരു അധികം പ്രീമിയം അതിനകത്ത്
കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇതും ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാട്ടാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 1 കോടി രൂപ വരെ ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾക്ക് ഈ ഗ്രൂപ്പ് ആക്സിഡൻറ്റ് പോളിസി, അതായത് ഞാൻ നേരത്തെ പറയുന്ന പോലെ നോർക്ക കെയർ പ്ലസും ഒരു ആരോഗ്യ അപകട മരണ അല്ലെങ്കിൽ അപകട ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അപകട ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രൈമറി ഹോൾഡർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതായത് നോർക്ക കാർഡുള്ള ആദ്യത്തെ ആൾക്ക് മാത്രമേ ഈ അപകട ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടുന്നു എന്നുള്ളത് ഒരു ന്യൂനതയാണ്. മേ ബി ഒരു ചെറിയൊരു പ്രീമിയം കൂടെ എടുത്തിട്ട് ഇതിൽ അംഗമായിട്ടുള്ള എല്ലാവർക്കും ഈ അപകട ഇൻഷുറൻസ് ബാധകമാക്കി കഴിഞ്ഞാൽ അത് ഒരു വളരെ നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1 കോടി രൂപ എടുക്കുന്ന ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾക്കും ഈ പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 5000 രൂപയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിൽ പോളിസി എടുക്കുന്ന ആൾക്കാർക്ക് ഈ റൂം റെൻറ്റ്, ICU ചാർജസ് എന്നുള്ളവയിൽ ക്യാപ്പ് ഏർപ്പെടുത്താതെ കുറച്ചുകൂടെ നല്ല ഒരു കവറേജ് ഇക്കാര്യത്തിൽ സബ് വെക്കാതെ ഒരു കവറേജ് കൊടുക്കണമെന്നും ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഈ ക്യാഷ്ലെസ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പ്രവാസികൾ പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാക്കണം. ഈ ഇതിനകത്തുള്ള TPA എന്ന് പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ലിബറലായിട്ട് കാര്യങ്ങൾ ചെയ്യണം. കാര്യം എനിക്ക് അറിയാവുന്നൊരു കേസ് തന്നെ, അയാൾ അച്ഛനും അമ്മയ്ക്കും കൂടെ എടുത്ത പോളിസിയിൽ 5000 രൂപയുടെ ക്ലെയിം വന്നപ്പോൾ തന്നെ ഹോസ്പിറ്റലൈസേഷൻ, ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ അവർ സമ്മതിച്ചില്ല. വീണ്ടും ഈ 5000 രൂപയ്ക്ക് ക്ലെയിം ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. വിദേശത്തിരുന്നിട്ട് നാട്ടിലുള്ള അച്ഛനും അമ്മയ്ക്ക് 5000 രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നതിനൊക്കെ അവർ ക്ലെയിം വേണ്ടെന്ന് നോക്കും. അപ്പോൾ ഇക്കാര്യത്തിലും ഒരു ഉദാരപരമായ സമീപനം നോർക്ക റൂട്ട്സ് എടുക്കണമെന്നാണ് പറയാനുള്ളത്.